ഞാനാണെങ്കിൽ ഇന്ന് എൻ്റെ വല്യപ്പച്ചൻ്റെ വീട്ടിൽ പോവാണ്. അവിടെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്, ഞാൻ അതൊക്കെ കാണിച്ചു തരാം. നല്ല രസമാണ്. പിന്നെ ഒത്തിരി ആനിമൽസും അങ്ങനത്തെ ഓരോന്നൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇനി അവിടെ എത്തിയിട്ട് കാണാം. നിങ്ങളെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം ഇവിടെയുള്ള കുറച്ച് തിലോപ്പിയെ കാണിച്ചു തരാം. ആണ്ടീസ് ഈ ഒരു കുളത്തിലാണുള്ളത് തിലോപ്പിയെല്ലാം. ഗൈസ്, ആ ലിസാർഡിനെ കണ്ടോ അവിടെ? അതിനെനിക്ക് കളറ് നല്ല രസമുണ്ട്. ഇഗ്വാന പോലെ ഇരിക്കുന്നു ഗൈസ്. ശരി, പിടിക്കാൻ എനിക്ക് കൈക്കിട്ടൊരു കടി കിട്ടും അതിൻ്റെ ഗൈസ്. അവിടെ ആമസോൺ സോഡും പിന്നെ താമര ആമ്പലോ എന്താണ്ട് വളർന്നു വെപ്പുണ്ട്. അതുകൊണ്ട് ഈ കുളങ്ങളിൽ എന്താണ്ട് ഇത്രയും മീൻ. ഇതിനകത്ത് മീനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കറക്റ്റ്. അവിടെ ഇതിനകത്തൊക്കെ മീനുണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് തിലോപ്പിയ ഉണ്ട്, അവിടെ പൊങ്ങി വെക്കുന്നതാണ് ഗൈസ്. ഇവിടെയൊക്കെ ഉണ്ട്, പൊങ്ങി വെപ്പുണ്ട് തിലോപ്പിയ. ഇതൊക്കെ തിലോപ്പിയാണ് ഗൈസ്. ഗൈസ്, അടുത്ത പോണ്ടിലുണ്ട് ഈ തിലോപ്പിയ ഗൈസ്. പിന്നെ ഇവിടെ ആണെങ്കിൽ എന്തോ പടർത്തി വിട്ടിട്ടുണ്ട്. ഇവിടെ പിന്നെ കുറച്ച് ചെടിയുണ്ട് ഗൈസ്. പിന്നെ ആണെങ്കിൽ ഇവിടെ ഒരു ഗൈസ്, ഇവിടെ ഒരു പൂച്ചയുണ്ട്. അതിനെ കാണുവാണെങ്കിൽ ഞാൻ കിട്ടുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ കിളിക്കൂടുണ്ട്. ആ കിളിക്കൂടിൻ്റെ അവിടോട്ട് പോകാൻ ചെറിയൊരു ഗൈസ്, അവിടെ പട്ടി ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ ആരെങ്കിലും ഇപ്പോൾ വിളിച്ചിട്ട് വരാം, എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോകാം ഗൈസ്. ഗൈസ്, അപ്പം ഞാൻ അത് കാണിച്ചു. കൂടിനകത്തെത്തി. ഇവിടെ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് കിടപ്പുണ്ട്. ഗൈസ്, ഇതിൻ്റെ ഒന്നൊരു കടി കൊനൂറ്. ലോറീസാന്ന് തോന്നുന്നു ഗൈസ്. അവിടെ ഒരു റെഡും ഗ്രീനും ഉണ്ട്. അവിടെ റെഡ് ഗ്രീന് ഗൈസ്. ഇനി ഇവിടെ എന്തോ ഉള്ളതെന്ന് നോക്കണം. ഇവിടെ ഒന്നും കണ്ടില്ല. അത് ബ്രീഡിങ് കേജിലാണോ എന്ന് അറിയത്തില്ല ഗൈസ്. ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ് ഗൈസ്. ഇതെനിക്ക് തോന്നുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് അറിയത്തില്ല. ഇതൊരു കൊനൂറിൻ്റെ ഇതിലുള്ള ഇതിനകത്തൊന്നുമില്ല ഗൈസ്. ഇനി ഇവിടെ ഉള്ള ഡോഗ്സിനെ എല്ലാത്തിനെയും കാണിച്ചു തരാം ഗൈസ്. അവിടെ ഉണ്ട് ഗൈസ്. ഇവിടെ പിറ്റ്ബുള്ളൊക്കെ കിടപ്പുണ്ട്, കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഡോഗ്സ് ഗൈസ്. ഭയങ്കര പറയാം ഗൈസ്. അവിടെ നിൽക്കുന്നത് പിറ്റ്ബുള്ളാണ് ഗൈസ്. ഫസ്റ്റത്തെ പിറ്റ്ബുള്ളാണ് ഗൈസ്. ഇതിനകത്തുണ്ട് അവിടെ കോഴി കിടക്കുന്നുണ്ട്. അങ്ങോട്ട് പോവാം. ഗൈസ്, ഇവിടെ താറാവ് കുഞ്ഞുങ്ങളാണ്. താറാവിൻ്റെ കുറേ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. താറാവിൻ്റെ കുഞ്ഞുങ്ങൾ ഗൈസ്. ഇനി അവിടോട്ട് പോയി നോക്കാം. അവിടെ ഒന്നുമില്ല. ഇവിടെ എന്തോ ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇനി ഇവിടെ ഒരു പൂച്ചയുണ്ടെന്ന് തോന്നുന്നു, അത് ഞാൻ കാണിച്ചു. പൂച്ച അതിനെ കാണാനില്ല, അത് എവിടെയൊക്കെ നടക്കും ഗൈസ്. പൂച്ച ഓരോ സമയത്ത് ഓരോ സ്ഥലത്ത് അതിനെ ഗൈസ്. ആ പൂച്ച എവിടെ നോക്കണം. അതുകൊണ്ട് ഗൈസ് ഞാൻ കാണിച്ചു ഗൈസ്. അതുകൊണ്ട് ആ പൂച്ച കിടപ്പുണ്ട്. ഹലോ ഹലോ, പൂച്ച ഗൈസ്. അവിടെ വേറൊരു പൂച്ച നിൽപ്പുണ്ട്. ഓടിക്കളഞ്ഞു. തൊടാൻ പോലും പറ്റിയില്ല ഗൈസ്. പറയിപ്പിച്ചു.
അയ്യോ അമ്മച്ചി ഞാനാ പേടിച്ചു. ഗൈസ് ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ കുറച്ച് ചെടികളുണ്ട് ഗൈസ്. ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്. അത് ആ വഴി ഇനിയും കാണിച്ചാൽ ഇവിടെ അടുത്ത് ഇതിനകത്ത് തന്നെ ഈ കോമ്പൗണ്ടിൽ തന്നെ ഒരു വാട്ടർഫോൾ ഉണ്ട്. നീ കാണിച്ചില്ല നോക്കട്ടെ ഗൈസ്. പിന്നെ നമ്മൾ കുളത്തിലെ മീനെല്ലാം മുങ്ങിയിട്ടുണ്ട്. തിലോപ്പിയ അവിടെ ആമസോൺ സ്വോർഡൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇതെല്ലാം അങ്ങോട്ട് ഉണ്ട്. ഇത് പിന്നെ വേറെ ഇവിടെ ജസ്റ്റ് തേനീച്ചയുടെ കൂടാന്ന് തോന്നുന്നു അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ പെന്നി വേർട്ട് ഇരിപ്പുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് പെന്നി വേർട്ടുണ്ട്. ഇത്രയും പക്ഷേ ഇല്ല ഗൈസ്. അതൊക്കെ പെന്നി വേർട്ടാണ് ഗൈസ്. പിന്നെ അവിടെ കുറേ ചെടിയുണ്ട്. അവിടെയൊക്കെ ഉണ്ട്. ഞാൻ ഇനി അങ്ങോട്ട് പോയി കാണിച്ചു തരാം ഗൈസ്. ഇതാണ് വീട്. ഇവിടെ ഇത് സ്പ്രിംഗ് ഒനിയനാണെന്ന് തോന്നുന്നു. സ്പ്രിംഗ് ഒനിയൻ അല്ല, വേറെന്തോ അറിയത്തില്ല ഗൈസ്. ഇത് കറക്റ്റ് സ്പ്രിംഗ് ഒനിയൻ തന്നെയാണ് ഗൈസ്. ഇനി അങ്ങോട്ട് പോകാം ഗൈസ്. ഇത് അഡേനിയം പോലത്തെ ചെടികളാണ്. കണ്ടോ ഗൈസ്, ഇതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഇനിയും അവിടോട്ടൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ നേരത്തെ വന്നപ്പോൾ അവിടെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ഒരു ഇതുണ്ട് തുറന്ന് ഇനിയും ഇവിടെ കൂടെ ആകുമ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് കുറേ ഉണ്ട്. ശരിക്കും ഒരു റബ്ബറും തോട്ടമാണ്, വലിയൊരു റബ്ബറും തോട്ടം ഉണ്ട്. ഇവിടെ കുറേ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി ഇപ്പോൾ ഉണ്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പം ഉണ്ടായി നിൽപ്പുണ്ട്. അപ്പോൾ ഒരെണ്ണേ ഉള്ളായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട്. ഇപ്പം ഇത്രയുണ്ട് ഗൈസ്. അവിടെയൊക്കെ വെറുതെ പടർന്ന് കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇത് പടർന്ന് വരുന്നതേ ഉള്ളൂ ഗൈസ്. ജുവാന അവിടെ കൂടെ പോകുന്നുണ്ട്. എന്താ ഗൈസ്, ഇവിടെ നിറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഗൈസ്. ഞാൻ ആദ്യമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ വെച്ച് കാണുന്നത് ഇതാണ് ഗൈസ്. ഇവിടെയൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് നിൽപ്പുണ്ട് ഗൈസ്. ഇനി അങ്ങോട്ട് പോകുമ്പം അവിടെ എന്തൊരു കൂട് ഉണ്ട്, എന്തിൻ്റെയോ കൂടുണ്ട് ഗൈസ്. ഇവിടെ എന്തോ ചേമ്പ് എല്ലാം നട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ആ സ്ഥലം കണ്ടോ? വേണ്ട ഗൈസ്. ഇത് എന്തിൻ്റെ കൂടായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ ഒന്നും കിടപ്പില്ല ഗൈസ്. അവിടോട്ട് പശു അങ്ങനത്തെ ഓരോന്നൊക്കെ ഉണ്ട് ഗൈസ്. ഇപ്പം പശു അങ്ങനത്തെ ഒരു ആട് അതിനെയൊക്കെ ഇവിടെ ഇറക്കി വിട്ടേക്കുവാണ്. അപ്പം അത് പുല്ല് തിന്നാൻ വേണ്ടി പോയേക്കുവാണ് ഗൈസ്. ഞാനിപ്പോൾ ഒത്തിരി അകത്തോട്ട് വന്നു. ഒത്തിരി സ്ഥലം അങ്ങോട്ടുണ്ട് ഗൈസ്. ഇത് മുഴുവൻ കണ്ടു തീർക്കാൻ പറ്റുമോ അറിയത്തില്ല. ഒത്തിരി സ്ഥലമുണ്ട്. എൻ്റെ കാലിലൊക്കെ എന്തോ വള്ളി പോലെയൊക്കെ കുരുങ്ങി കയറും ഗൈസ്. ഇനി നമുക്ക് വേറൊരു സ്ഥലത്തോട്ട് പോകാം ഗൈസ്. അവിടെ വേറൊരു വഴിയുണ്ട്, അവിടെ കൂടെ നമുക്കിനി പോകാം. ഇതിൻ്റെ കണ്ടോ ഗൈസ്, വാഴയുടെ ഇത് നട്ട് വെച്ചേക്കും തൈ സ്ഥാനം. ഇവിടെ കൂടെ അങ്ങ് പോവാം. അവിടെ ആണ് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ നേരത്തെ കണ്ടത്. നടന്ന് ഒത്തിരി പോകാനുണ്ട്. ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്. അത് ഏത് വഴിയായിരുന്നു ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല ഗൈസ്. അത് ജസ്റ്റ് ഇവിടെ തന്നെ ഒരു വഴി ഉണ്ടായിരുന്നു, അത് ഞാൻ മറന്നുപോയി. ഈ ഡേസ്റ്റ് ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ ചെടിയൊക്കെ ഉണ്ട്. ഞാനിയും നമ്മളിപ്പോൾ കയറി വന്ന ഈ വഴിയാണ്. ഞാൻ ആ വഴി ഒന്ന് പോയി നോക്കണം.
ഇങ്ങോട്ട് നേരെ അവിടെ വീട് കണ്ട് അവിടെ ഉണ്ട്. ഇവിടെ വേറൊരു ചെടികളുണ്ട്. ഗൈസ് ഇനി ഇങ്ങോട്ടില്ല. ഗൈസ് ഇത് സൺഫ്ലവറാണ്. ഗൈസ് സൺഫ്ലവറാ. സൺഫ്ലവർ അവിടെ സൺഫ്ലവർ നിൽപ്പുണ്ട്. അത് പൂത്ത് നിൽക്കില്ല, ജസ്റ്റ് പൂക്കാറായി നിൽപ്പുണ്ട്. ആ ഗൈസ് കണ്ടോ. ഗൈസ് ഇവിടെ വേറെ എന്തൊരു ചെടി ഇത് ഞാനധികം കണ്ടിട്ടില്ല. ഗൈസ് ഇത് മുള്ളില്ലാത്ത ഗൈസ് ഇതൊക്കെയാണ് ഇവിടെയുള്ള ചെടികൾ. ഗൈസ് അപ്പുറത്തെ സൈഡിലാണ് ഇതൊക്കെ വരുന്നത്. ഞാൻ നേരത്തെ പെറ്റ്സിനെ കാണിച്ച ആ സ്ഥലത്തോട്ട് തന്നെ പോവാം. ഗൈസ് ഇനി ആ പെറ്റ്സിനെ കാണിച്ച ആ സ്ഥലത്തോട്ട് ഇരിക്കുമ്പോൾ അവിടെ ഉണ്ടാവും ചിലപ്പോൾ. കയറി വരാമെന്ന് വെച്ചാൽ കയറ്റം പോലെ ഉള്ളതുകൊണ്ട് പാടാ. അവിടെ പൂച്ചയൊക്കെ അവിടെ കിടപ്പുണ്ട്. നമുക്ക് മറ്റേ വഴി ഒന്നുകൂടെ പോയി നോക്കാം. അങ്ങോട്ട് തന്നെ പോവാ. ആ പട്ടി നമ്മളെ കാണുമ്പോൾ കിടന്ന് അങ്ങ് കുരയ്ക്കുന്നുണ്ട്, നന്നായിട്ട് കുരയ്ക്കുന്നുണ്ട്. ഇവിടെ ഒരു പച്ച ഷീറ്റ് ഇട്ടേക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഗൈസ് എനിക്ക് ഞാൻ കണ്ട വലിയൊരു ജർമ്മൻ ഷെപ്പേർഡ് പിന്നോളും എല്ലാം നിൽക്കുന്നുണ്ട്. കുരയ്ക്കുന്നുണ്ട്. ആ ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടോ ഗൈസ്? ഭയങ്കര സൈസ് ഉണ്ട്, നല്ല സൈസ്. ഞാനാണെങ്കിൽ ഗൈസ് പോവാണ്. ടർക്കി അവിടെ ഉണ്ട്. അവിടെ ടർക്കി നിൽപ്പുണ്ട്, രണ്ടെണ്ണം നിൽപ്പുണ്ട്. അവിടെ കോഴിയുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാണ്. പട്ടി കിടന്ന് കുരയ്ക്കുന്നു നന്നായിട്ട്. എനിക്ക് കളിപ്പിക്കും. ഗൈസ് നമ്മുടെ പൂച്ചയുടെ കൂട് കാണിച്ചു തരാം. ഗൈസ് പൂച്ചയുടെ കൂട് ഇതാന്ന് തോന്നുന്നു. ഞാനാണെങ്കിൽ മീനിൻ്റെ അവിടെ പുറകെ വന്നു. ഇപ്പം പോയി പൊങ്ങി വരും. പിന്നെ എപ്പോൾ കാണിച്ചു തരാം. എന്താണ്ട് അവിടെയൊക്കെ പൊങ്ങി നിൽപ്പുണ്ട്. ആ പോയിട്ടുണ്ട്. നമ്മൾ ഈ വഴി കൂടെ അങ്ങനെ വരും. ഓ ഇവിടെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇതെന്തോ പ്ലാന്റെന്ന് എനിക്കറിയത്തില്ല ഗൈസ്, പക്ഷെ നല്ല രസമുണ്ട്. അവിടെ ആമസോൺ സ്വോർഡ് നിൽപ്പുണ്ട് ഗൈസ്. ഇവിടെ കുറേ വാട്ടർ ക്യാബേജ് കളഞ്ഞ് നിൽക്കുവാണ്. അതിവിടെ ഒത്തിരി ആയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇപ്പം ഇവിടെ തന്നെ വന്ന വഴി തന്നെ വാങ്ങിച്ചു അതുകൊണ്ട് ഞാൻ തിരിച്ച് അവിടെ കൂടെ തന്നെ പോകാം ഗൈസ്. ഇവിടെ നല്ല വലുപ്പമുണ്ട്. ഇത് കണ്ട് ഇത്രയുണ്ട്, ഇത്രയുള്ള വാട്ടർ ക്യാബേജ് നിൽപ്പുണ്ട് ഇവിടെ. അത് പൊങ്ങി വന്നിട്ടില്ല ഇതുവരെ. ഓ കണ്ട ഇത് ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം കണ്ട മറ്റേ ആഫ്രിക്കൻ ഗ്രേ കിടന്ന് അലക്കുന്നുണ്ട്. ഇതങ്ങോട്ട് പോയി കാണിച്ചത്. അപ്പോൾ ദാണ്ടൊരു കോഴി. മോനെ കോഴി അത് പോയി. അവിടെ ഉണ്ട്, ആഫ്രിക്കൻ ഗ്രേ അവിടെ ഉണ്ട്. അത് എവിടോട്ട് പോയെന്ന് അറിയത്തില്ല കോഴി. ഇനി നമുക്ക് ആ പൂച്ചയ്ക്ക് കുറച്ച് നേരം കളിപ്പിക്കാം. ഞാൻ ആ പൂച്ചയുടെ അടുത്തോട്ട് പോവാണ്.
മറ്റവനെ നോക്കട്ടെ. പിന്നെ അവിടെ എവിടെയോ ഉണ്ട്. അവൻ പോയി എവിടെയോ പോയിട്ടുണ്ട്. എവിടെയോ ഉണ്ട്. ഇനി ഞാൻ അങ്ങോട്ട് പോയി ഇവിടെ ഞങ്ങൾ വാട്ടർഫോളിൻ്റെ അവിടെ ഇപ്പം പോകുന്നത്. ഇവിടെ മെഷിരിപ്പം ഇത്രയുള്ളൂ. അടുത്ത ആടിൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ പോവാണ്. ഇപ്പോൾ കാണാൻ പോവാണ്. അതിന്റെ പേരെന്തോ അറിയില്ല. ടുഡേ ടുമോറോ ഇൻസ്റ്റഡ്. ആ ചെടികള് അത് കണ്ടു. അത് 3 കളറില്ലേ കാണുന്നത്? പർപ്പിൾ കളറ്, വൈറ്റ്, 3. അപ്പൊ ആ ചെടിയുടെ പേര് ടുഡേ ടുമോറോ ഇൻസ്റ്റഡ്. അതുവഴിയും വഴിയുണ്ട്. അതിന്റെ പേരാണ് ടുഡേ ടുമോറോ ഇൻസ്റ്റഡ്. നമ്മൾ ആടിൻ്റെ കുഞ്ഞിനെ ഇനിയും കാണാൻ പോവാണ്. ഈ ചെടിയുണ്ട് കാണിച്ചു. നല്ല രസമുണ്ട് ഈ ചെടി. അവക്കാടോടെ ചെടിയാണ്. പക്ഷെ ഇത് അവക്കാടോയാണ്. പക്ഷെ ഇതല്ലായിരുന്നു. ഇത് അവക്കാടോ ആയിരുന്നു. ഇത് അവക്കാടോടെ അങ്ങോട്ട് ജസ്റ്റ് പോയി നോക്കാം. ഗൈസ് 2 കാളകൾ തമ്മിൽ അടി ഉണ്ടാക്കുന്നുണ്ട്. ഒരു അടിയായിരുന്നു. ഗൈസ് നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഗൈസ് ഇതാണ് ലില്ലി ആൻറ്റി. ഇതിനെയൊന്നും കാണാൻ കിട്ടാത്തതാ ഈ ബട്ടർഫ്ലൈ ഇപ്പം ഇവിടെ കാണാൻ കിട്ടാറില്ല. അതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങോട്ട് നമുക്ക് പോയി ആടിൻ്റെ കുഞ്ഞിക്ക് നമ്മളിപ്പോൾ വന്നാൽ മതി. ഇവിടെ സ്ട്രോബെറിയുടെ ചെടിയുണ്ട്. അതിനകത്ത് വല്ലതും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇല്ല മോനെ. സ്ട്രോബെറി ഇതൊക്കെ സ്ട്രോബെറിയാണ്. ഇതൊക്കെ സ്ട്രോബെറി. ഇപ്പം എന്താണെന്നറിയാമോ, ഈ ആടിനെ വിട്ടേക്കുന്നോണ്ട് എല്ലാം വന്നു തിന്നു. ഞാൻ അതിന് വഴക്ക് പറയും ഇവരോട് കെട്ടിയിടണം. നമുക്ക് ആടിനെ കാണാം. ആടിൻ്റെ കുഞ്ഞുങ്ങൾ എടുത്തു വാങ്ങണം. ഇനി കഴിഞ്ഞ കുറച്ച് വർഷമായിരുന്നു ഒന്ന് വന്നിട്ട്. അത് നമുക്ക് അതുകൊണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. അതിനകത്താണെന്ന് തോന്നുന്നു. പോയി നോക്കുന്നുണ്ട്. ഒരമ്മയാട് വീട്. ഇവിടെ കുഞ്ഞുങ്ങളെ ഈ സാടിനെ കാണിച്ചു തരാം. ഈ സാട് എന്തേന്ന് കുത്തുകൊള്ളുമെന്ന് എനിക്കറിയത്തില്ല. അകത്ത് 2 കുഞ്ഞുങ്ങൾ ഇപ്പം ഉണ്ട്. ഇതാണ് വലുതുകൾ. ഞാനൊന്ന് ഓടി ആയിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുടെ പേര് ആണെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങനെ ഓടി വരുമായിരുന്നു. ഞാൻ ഒറ്റ ഓട്ടം അങ്ങോട്ട് വരുന്നുണ്ട്. തെള്ളിത്തള്ളി വരുന്നുണ്ട്. കയറിപ്പോ അങ്ങോട്ട് പുറത്തോട്ട് പോയി. ഗൈസ് എനിക്ക് പല ജീവികളിൽ നിന്ന് ഇടി കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഇടിയല്ല ഗൈസ്. ഇത് പേടിയാവും ഇതിനെ കാണുമ്പോൾ. കൊമ്പൊക്കെ ഉള്ളതുകൊണ്ട് കൊമ്പുള്ള പറഞ്ഞാൽ കുത്താൻ പിടിക്കും. വലുതല്ല ഇവിടെ നിൽപ്പുണ്ട്. തെന്നി വരുവാണോ എന്നൊരു ഡൗട്ട്.
ആണ്ട് ആടുകൾ ആണ്ട് കുഞ്ഞാട് കുഞ്ഞ് ആടുകളൊക്കെ അവിടെ ഉണ്ട്. ഇതൊക്കെ വലുതുകളാണ്. 5 ആടും 2 കുഞ്ഞും. കുഞ്ഞുങ്ങളെ ഇനി എടുക്കാം. ഞാനാണെങ്കിൽ ഒരു ആടിന്റെ കുഞ്ഞിനെ എടുത്ത് 1 ദിവസം ആയതേ ഉള്ളൂ. ജീവാനി അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ കുഞ്ഞാട് ഗൈസ് അവിടെ അതിൻ്റെ അമ്മ പക്ഷി അവിടെ അമ്മ ആയിട്ടുള്ള ആട് അവിടെ നിൽപ്പുണ്ട്. കുഞ്ഞത് ഞാൻ ജീവാനോടെ കൊടുത്തിട്ടുണ്ട്. ഗൈസ് അത് പറയുന്ന കേട്ട അമ്മ പറയുന്ന പോലെ തോന്നുന്നുണ്ട്. ആടിനെ പപ്പ എടുത്തു. ഇതാണ് അതിൻ്റെ അമ്മ ആട്. ആൻറ്റി അവിടെ നിൽപ്പുണ്ട്. വലിയ ആട് അവിടെ നിൽപ്പുണ്ട്. ഒരു കുഞ്ഞ് അതിനെ എടുക്കാൻ വരും. ചെറിയ ആട് എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. അവനവിടെ നിൽപ്പുണ്ട്. ഇവനിവിടെ നിൽപ്പുണ്ട്. ഇവനെ ഒന്ന് ഇറക്കട്ടെ. ഓതാണ്ട് താഴോട്ടിറങ്ങി. അവൻ എൻ്റെ അടുത്തോട്ട് വരുന്നു. അപ്പം ഇത്രേ ഉള്ളൂ. അബിയു എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ഉണ്ടായി നിൽപ്പുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നിൽപ്പുണ്ട് അവിടെ കരിഞ്ഞ് നിൽപ്പുണ്ട്. ഒരെണ്ണം പച്ചയിൽ നിൽപ്പുണ്ട്. അവിടെ ഉണ്ടായി പച്ച കളറിലെ ഉണ്ട്. അബിയു എന്ന് പറഞ്ഞത് ഈ സ്പാൻ നിൽപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. സ്പാനാണ് ഗൂസാണോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ നിൽപ്പുണ്ട് ഗൂസ് നിൽപ്പുണ്ട്. അവിടെ ഡക്ക് ഉണ്ട്. പട്ടികളൊക്കെ ഭയങ്കര വരെയാണ്. സാധാരണ ടർക്കി കിടക്കാൻ വേണം. തുറയത്തില്ല. തുറയുന്നില്ല. തുറന്നു. ഗൂസ് ഒന്നിനെയും പിടിക്കും. തൊടാൻ പോലും കിട്ടുന്ന ഗൈസ്. പട്ടി എല്ലാം കൂടെ വരും. വൈറ്റ് ടർക്കി ഉണ്ട്. എല്ലാം കൂടെ പറന്ന് ഗൈസ്. പറക്കുക. കരിങ്കോഴിയാണോ എന്ന് അറിയത്തില്ല. ടർക്കി ഇങ്ങോട്ട് പോകുന്നില്ല. അവിടെ കോഴി അതെല്ലാം നിൽപ്പുണ്ട്. ഇവിടെ ഇങ്ങോട്ട് പോവാണ്. ജർമ്മൻ ഷെപ്പേർഡാണ്. കങ്കലാണെന്ന് തോന്നുന്നു. ജർമ്മൻ ഷെപ്പേർഡാണ്. ഇവിടെയാണ് അങ്ങോട്ട് പോകാം. കുറച്ച് ഭയങ്കര കുറയായി.
ഇവിടെ താറാവിൻ്റെ കൂട്ടം പോന്നു. കാണിച്ചു കുഞ്ഞു താറാവുകളാണ്. കുഞ്ഞു താറാവ് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഗൈസ് ഒരു താറാവിനെ പിടിച്ച് എനിക്ക് പറഞ്ഞത്ര കിട്ടുമോ നോക്കട്ടെ ഗൈസ്. കിട്ടി ഗൈസ്, ഒരുത്തനെ കിട്ടി. കണ്ടൊരു താറാവ് കുഞ്ഞ്. അവിടെ ഒരു കുഞ്ഞുണ്ട്. ഞാൻ വേറെ ഒരെണ്ണത്തിനെ പിടിക്കാൻ ഗൈസ്. അവിടെ വേറെ കുഞ്ഞുങ്ങളുണ്ട്. കൂട്ടത്തിലോട്ട് വിടാൻ പറ്റാം. താറാവിൻ്റെ കൂട്ടം ഇവിടെ ഉണ്ട്. ആണ് പോപ്പി. ഇതൊരു പേർഷ്യൻ പൂച്ചയാണ് ഇഷ്ടമുണ്ട്. ഇപ്പം ഇനിയും വീട്ടിലോട്ട് പോകാൻ പോവാണ്. അപ്പം ഓക്കെ ബൈ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ബൈ.